ബെയറിൻ എന്ന 54ാമത് ദേശീയ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനായുള്ള ബെയറിൻ വിഷൻ 2030 ലക്ഷ്യമിട്ടുള്ള സുപ്രധാന പ്രോജക്റ്റുകളാണ് ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം. സാമ്പത്തിക മേഖലയിലെ വികസനം സൂചിപ്പിച്ചുകൊണ്ട് പോയിന്റ് ഓഫ് സെയിൽ (POS) ഇടപാടുകളിൽ 22.8% വളർച്ച രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ബെയറിൻ മെട്രോ പോലുള്ള മെഗാ പ്രോജക്റ്റുകളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും ചേർന്ന് 16ാമത് ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗും 5ാമത് സ്ട്രാറ്റജിക് ഡയലോഗും പൂർത്തിയാക്കി. വാണിജ്യം, നിക്ഷേപം, ഊർജ്ജ സഹകരണം, പ്രതിരോധം, സുരക്ഷ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം എന്നിവ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് ശേഷം ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും വന്ന വലിയ വളർച്ചയിൽ നേതാക്കൾ സംതൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ IMEC പദ്ധതിയുടെ നടത്തിപ്പിലുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചുറപ്പിച്ചു. കൂടാതെ 2026 ബ്രിക്സ് ഉച്ചകോടി അധ്യക്ഷസ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും UAE പിന്തുണ പ്രഖ്യാപിച്ചു. ഗുരുതരമായ ലഹരി കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയും ജീവപര്യന്തവും തടവും ഉൾപ്പെടെ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ലഹരി മരുന്ന് നിയമം കുവൈത്തിൽ പ്രാബല്യത്തിൽ വന്നു. ലഹരി നിർമ്മാണം, കൃഷി, ഇറക്കുമതി തുടങ്ങിയവയ്ക്കാണ് കടുത്ത ശിക്ഷ. പഴയ നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ലഹരി വ്യാപാര ശൃംഖലകളെ ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം. സംഘടിത ലഹരി കടത്ത്, പ്രായപൂർത്തിയാകാത്തവരെ ഇതിനായി ഉപയോഗിക്കൽ, ജയിലുകളിലേക്ക് ലഹരി കടത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ, ജീവപര്യന്തം തടവ്, ദശലക്ഷക്കണക്കിന് ദിനാർ പിഴ എന്നിവ പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി ക്രമരഹിതമായ പരിശോധനകൾ നടത്താനുള്ള നിയമപരമായ അധികാരം അധികൃതർക്ക് ലഭിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാന ചർച്ചകൾക്കായി നാളെ ഡിസംബർ 17 ഒമാൻ സന്ദർശിക്കും. സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യയും ഒമാനും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPAക്ക് അന്തിമ രൂപം നൽകിയതായി സൂചന. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $10.6 ബില്യൺ കവിഞ്ഞ സാഹചര്യത്തിലാണ് ഈ സുപ്രധാന നീക്കം. ഈ കരാർ വഴി എണ്ണയിതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് താരിഫ് കുറയ്ക്കുക, കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതമാക്കുക, സാങ്കേതികവിദ്യ, ഹെൽത്ത് കെയർ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നീ മേഖലകളിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഒമാനിലെ ഇന്ത്യൻ സംയുക്ത സംരംഭങ്ങളുടെ എണ്ണം 6000 കവിഞ്ഞതായും റിപ്പോർട്ടുണ്ട്. GCC രാജ്യങ്ങളിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ സിംഗിൾ എൻട്രി വിസ പദ്ധതിയുടെ അന്തിമ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 2026 തുടക്കത്തിൽ ഇത് യാഥാർത്ഥ്യമായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. 6 ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കാൻ അവസരം നൽകുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ ഉടൻ നടപ്പിലാക്കാനുള്ള GCC തീരുമാനം ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് നൽകും. ഇത് ബെയറിൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ടൂറിസത്തിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ ഷെങ്കൻ മോഡൽ വിസ യാത്രികർക്ക് ഒരൊറ്റ വിസയിൽ 6 ഗൾഫ് രാജ്യങ്ങളും UAE, സൗദി, ഖത്തർ, കുവൈത്ത്, ഒമാൻ, ബെയറിൻ സന്ദർശിക്കാൻ അവസരം നൽകും. ഇത് യാത്രയുടെ ചെലവ് കുറയ്ക്കുകയും അപേക്ഷാ നടപടികൾ ലളിതമാക്കുകയും ചെയ്യും. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും മേഖലയുടെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും. ഗൾഫ് മേഖല ഇന്ന് വികസനത്തിന്റെയും സഹകരണത്തിന്റെയും പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. ബെയറിൻ ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ GCC രാജ്യങ്ങൾ ഒന്നായി ചേർന്ന് നടപ്പിലാക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ പോലുള്ള വലിയ പദ്ധതികൾ ഈ മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകും. ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം ശക്തമാവുന്നതും പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ നൽകും. ഈ പുരോഗമനപരമായ കാഴ്ചപ്പാട് പ്രവാസികളായ എല്ലാവർക്കും കൂടുതൽ ശോഭനമായ ഒരു നാളെയുടെ പ്രതീക്ഷ നൽകുന്നു.